ഹായ് എല്ലാവർക്കും കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ മെഷീൻസാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാരലൽ ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമറിൽ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ടൈപ്പ് ആയിരിക്കും. അതായത് നമുക്കൊരു ഗേറ്റ് ലെവലൊക്കെയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു സെക്കൻഡ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പാരലൽ ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈറബിൾ കണ്ടീഷൻസ് പറഞ്ഞു. അതേപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം ഞാൻ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ടൈപ്സ് ആണ് പ്രോബ്ലംസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഈസി ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നിരിക്കുന്ന പ്രോബ്ലംസ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. കാരണം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസൊന്നും ഈ ലെവൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഗേറ്റ് ലെവൽ പ്രോബ്ലംസ് ആണ് നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യുന്നത് എളുപ്പം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ ഇന്നും എഫിഷ്യൻസിയുടെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വായിക്കാം. എ വൺ ഫേസ് ട്രാൻസ്ഫോമർ ഹാസ് പെർസെൻറ്റേജ് റെഗുലേഷൻ ഓഫ് 4 and 4.4 for lagging power factor of 0.8 and 0.6. ഫുൾ ലോഡ് ലോസ് ഈസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ലാഗിങ് പവർ ഫാക്ടർ അറ്റ് വിച്ച് ലോഡ് റെഗുലേഷൻ ഈസ് മാക്സിമം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഫുൾ ലോഡ് എഫിഷ്യൻസി അറ്റ് യൂണിറ്റ് പവർ ഫാക്ടർ. സോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, വൺ ഫേസ് ട്രാൻസ്ഫോമർ ആണ്. അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് 4ഉം 4.4ഉമാണ്. അത് രണ്ട് കണ്ടീഷനുണ്ട്. ഒന്ന് ലാഗിങ് പവർ ഫാക്ടർ 0.8ലും ഒന്ന് 0.6ലുമാണ്. അതേപോലെ തന്നെ ഫുൾ ലോഡ് ലോസ് ഈസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയാൻ മാക്സിമം എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഫുൾ ലോഡ് ലോസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലാഗിങ് പവർ ഫാക്ടർ അറ്റ് വിച്ച് ലോഡ് റെഗുലേഷൻ ഈസ് മാക്സിമം എന്നാണ് കണ്ടീഷൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ ഫാക്ടർ ആണ് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പവർ ഫാക്ടർ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ് ഫൈ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ ഫാക്ടർ ആണെന്നറിയാം. കോസ് ഫൈ ആണ് പവർ ഫാക്ടർ ആണെന്നറിയാം. നമുക്ക് ഫൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഫൈ നമുക്ക് അറിയില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ആയിട്ടുള്ള ലോഡ് റെഗുലേഷൻ്റെ സമയത്തായിരിക്കണം നമുക്ക് ഈ പവർ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാക്സിമം ലോഡ് റെഗുലേഷൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കണം. മാക്സിമം ലോഡ് റെഗുലേഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലോഡ് ഡിവൈഡഡ് ബൈ ആർ ലോഡ് ഈസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ ആർ ട്രാൻസ്ഫോമർ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എൽ ലോഡ് ഡിവൈഡഡ് ബൈ ആർ എൽ ലോഡ് ഈസ് ഈക്വൽ ടു എക്സ് ടി ഡിവൈഡഡ് ബൈ ദാറ്റ് ഓഫ് ആർ ടി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസുണ്ട്. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എൽ. അപ്പോൾ നമുക്കറിയാം എക്സ് എൽ ബൈ ആർ എൽ ഈസ് ഈക്വൽ ടു എക്സ് ടി ബൈ ആർ ടി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ടി ബൈ ദാറ്റ് ഓഫ് ആർ ടി തന്നെ ആയിരിക്കും. കാരണം എക്സ് എൽ ബൈ ആർ എൽ ഈസ് ഈക്വൽ ടു എക്സ് ടി ബൈ ആർ ടി എന്ന കണ്ടീഷനായിരിക്കും വരിക എപ്പോൾ നമുക്ക് മാക്സിമം ലോഡ് റെഗുലേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് എക്സും ആറും എന്താണെന്ന് അറിയണം. ട്രാൻസ്ഫോമറിൻ്റെ എക്സും ലോഡിനെ പറ്റിയിട്ട് ഇവിടെ ഒന്നും പരാമർശിച്ചിട്ടില്ല. നമുക്ക് ആ പവർ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ലാഗിങ് പവർ ഫാക്ടർ ആണെന്ന് അറിയാം. ലാഗിങ് പവർ ഫാക്ടറിൻ്റെ സമയത്താണ് മാക്സിമം ലോഡ് റെഗുലേഷൻ ഉണ്ടാവുമെന്ന് അറിയാം. ആ ലോഡ് റെഗുലേഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എൽ ബൈ ആർ എൽ ഈസ് ഈക്വൽ ടു എക്സ് ടി ബൈ ആർ ടി എന്നാണെന്ന് അറിയാം. ഫൈ കണ്ടുപിടിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എൽ ബൈ ആർ എൽ ആണ്. എക്സ് എൽ ബൈ ആർ എൽ ഈസ് ഈക്വൽ ടു എക്സ് ടി ബൈ ആർ ടി ചെയ്തുകൊണ്ട് ഞാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ടി ബൈ ആർ ടി എന്ന് എഴുതി. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ റിയാക്റ്റൻസും ട്രാൻസ്ഫോമറിൻ്റെ റെസിസ്റ്റൻസും എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസറുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്തെല്ലാം ഡാറ്റ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ട് രണ്ട് ഡാറ്റയാണ്. ഒന്ന് പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ആർ കോസ് ഫൈ പ്ലസ് പെർസെൻറ്റേജ് എക്സ് സൈൻ ഫൈ എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? പെർസെൻറ്റേജ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ റെസിസ്റ്റൻസ് ആണ് വരിക. പെർസെൻറ്റേജ് എക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ റിയാക്റ്റൻസ് ആണ് വരിക. കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിൻ്റെ പവർ ഫാക്ടർ ആണ് വരിക. സൈൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിൻ്റെ
ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സൈൻ എടുക്കുന്നതാണ് വരിക. അപ്പോൾ ഈ രണ്ട് ടേംസും ലോഡിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ രണ്ട് ടേംസും ആറും എക്സും ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ തന്നിട്ടുണ്ട്. 4ഉം 4.4ഉമാണ്. അത് രണ്ട് കേസിലാണ് തന്നത്. ഒന്ന് ലാഗിങ് പവർ ഫാക്ടർ ഓഫ് 0.8ലും ഒന്ന് ലാഗിങ് പവർ ഫാക്ടർ ഓഫ് 0.6ലുമാണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് കണ്ടീഷൻസ് നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. സോ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻസ് ഞാൻ എടുക്കുകയാണ്. ഒരു സെക്കൻഡ്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4% ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4% ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ആർ എത്രയാണെന്ന് നമുക്കറിയില്ല. സോ പെർസെൻറ്റേജ് ആർ എന്ന് ഞാൻ ഇട്ടു. കോസ് ഫൈ എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുണ്ട് ലാഗിങ് പവർ ഫാക്ടർ ഓഫ് 0.8. അപ്പോൾ കോസ് ഫൈ ഈസ് ഈക്വൽ ടു 0.8 ആണ്. 0.8 പ്ലസ് പെർസെൻറ്റേജ് എക്സ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇനി കോസ് ഫൈ ഈസ് ഈക്വൽ ടു 0.8 ആണെങ്കിൽ ആ കേസിൽ സൈൻ ഫൈ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.6 ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 ഈസ് ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. സോ സൈൻ സ്ക്വയർ 5 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ 5 ആയിരിക്കും. സോ സൈൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ 5 ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 0.8 ഹോൾ സ്ക്വയർ. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 0.64. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 0.36 ഈസ് ഈക്വൽ ടു 0.6. അപ്പോൾ സൈൻ 5 എന്ന് പറയുന്നത് 0.6 ആയിരിക്കും വരിക. കോസ് 5 എന്ന് പറഞ്ഞിരിക്കുന്നത് 0.8 ആണെങ്കിൽ സൈൻ 5 എന്ന് പറഞ്ഞിരിക്കുന്നത് 0.6 ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ ഇവിടെ ഡയറക്റ്റായിട്ട് 0.6 തന്നെ എഴുതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ കൊണ്ടാണ് ഞാനിവിടെ എഴുതിയത്. സോ പെർസെൻറ്റേജ് എക്സ് ഇൻറ്റു 0.6 എന്ന് എഴുതി. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വരിക. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. 4.4% ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ആർ. നമുക്കറിയില്ല പെർസെൻറ്റേജ് ആർ എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ പവർ ഫാക്ടർ അറിയാം 0.6 ആണെന്ന് അറിയാം. സോ 0.6 പ്ലസ് 0.x ഇൻറ്റു 0.8 ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺ ഉണ്ട്. രണ്ട് അൺനോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ആറും പെർസെൻറ്റേജ് എക്സുമാണ് നമ്മുടെ രണ്ട് അൺനോൺസ് ഉള്ളത്. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ആറും പെർസെൻറ്റേജ് എക്സും കിട്ടും. ഞാൻ ഡയറക്റ്റ് സോൾവ് ചെയ്യാണ്. പെർസെൻറ്റേജ് ആർ ഈസ് ഈക്വൽ ടു എൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഉണ്ട്. പെർസെൻറ്റേജ് ആർ എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2%, പെർസെൻറ്റേജ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4% ആണ് വരിക. വിച്ച് ഇസ് 2%. സോ പെർസെൻറ്റേജ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4% ആണ് വരിക. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ആറും പെർസെൻറ്റേജ് എക്സും കാൽക്കുലേറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നിരിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ റെസിസ്റ്റൻസും ട്രാൻസ്ഫോമറിൻ്റെ റിയാക്റ്റൻസുമാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ റിയാക്റ്റൻസും ട്രാൻസ്ഫോമറിൻ്റെ റെസിസ്റ്റൻസും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ ടാൻ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് 5 കിട്ടും. ജസ്റ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. സോറി, ടാൻ ഇൻവേഴ്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ആയിരിക്കും വരിക. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 145, ടാൻ ഇൻവേഴ്സ് 2 എന്ന് പറയുന്നത് 63.43 ആയിരിക്കും വരിക. ആംഗിൾ വരിക 63.43 ഡിഗ്രി. സോ നമ്മുടെ ഫൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 63.43 ആയിരിക്കും വരിക. നമ്മൾ കൊസൈൻ ഓഫ് ദീസ് ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ കിട്ടും. ആൻഡ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 0.447 ആണ് ആൻസർ വന്നിരിക്കുന്നത്. 0.447 ലാക്ക്. സോ എല്ലാവരും ഈ പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നല്ലൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിൽ നമ്മളോട് മാക്സിമം ലോഡ് റെഗുലേഷൻ എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മാക്സിമം ലോഡ് റെഗുലേഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ XL/RL = XT/RT ആണ്. ഇത് ലോഡിൻ്റെയും ഇത് ട്രാൻസ്ഫോമറിൻ്റെയുമാണ്. 5 കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് XL/RL ചെയ്താൽ മതി. പക്ഷേ XL/RL = XT/RT ആയതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് XT/RT ചെയ്താൽ നമുക്ക് 5 കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആറും എക്സും അറിയാത്തത് കൊണ്ട് തന്നെ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് നമ്മൾ ആറും എക്സും കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ഞാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി. ഒന്ന് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ആർ കോസ് 5 പ്ലസ് പെർസെൻറ്റേജ് എക്സ് സൈൻ 5 ആണ്. നമുക്ക് 4%, 4.4% നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് കേസിൽ ഒന്ന് പവർ ഫാക്ടർ 0.8ഉം ഒന്ന് പവർ ഫാക്ടർ 0.6ഉമായിരുന്നു. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് പെർസെൻറ്റേജ് ആറും പെർസെൻറ്റേജും എക്സും കിട്ടി. അതിനുശേഷം ഞാൻ അതിൻ്റെ ടാൻ ഇൻവേഴ്സ് ചെയ്തു. എനിക്ക് ഡയറക്റ്റായിട്ട് 5 കിട്ടി. അതിൻ്റെ കൊസൈൻ എടുത്തപ്പോൾ എനിക്ക് പവർ ഫാക്ടറും കിട്ടി. ലാഗിങ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ ലാഗിങ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ മാക്സിമം ലോഡ് റെഗുലേഷൻ നമുക്ക് കിട്ടുന്നത് ലാഗിങ് പവർ ഫാക്ടറിലായിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഫുൾ ലോഡ് എഫിഷ്യൻസി അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? എഫിഷ്യൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻസ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു എക്സ് ഇൻറ്റു വോൾട്ട് ആംപിയർ ഇൻറ്റു കോസ് ഫൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വോൾട്ട് ആംപിയർ കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഫുൾ ലോഡ് ലോസ് പ്ലസ് കോർ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നലത്തെ. ഇതാണ് നമ്മുടെ എഫിഷ്യൻസിയുടെ എന്താ പറയുക ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഫുൾ ലോഡ് എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫുൾ ലോഡ് ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആയിരിക്കും വരിക. ഇനി നമുക്ക് വി എ ഇൻറ്റു കോസ് ഫൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ നമുക്കിതിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറെ ജസ്റ്റ് കെ വിയുടെ റേറ്റിംഗ് എത്രയാണ് തന്നിരിക്കുന്നത് നോക്കട്ടെ, ഒരു സെക്കൻഡ്. കെ വി എ റേറ്റിംഗ് ക്വസ്റ്റ്യനിൽ മെൻഷൻഡ് അല്ല എന്ന് തോന്നുന്നു. E to I2. A single phase transformer has a percentage regulations of 4 and 4.4 lagging power factor. The full load ohmic loss is equal to iron loss എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഇറ്റ്സ് 1 kVയുടെ ഒരു ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1 kVയുടെ ഒരു ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, a one phase transformer has a percentage regulation of 4 and 4.4 for lagging power factor of 0.8 and 0.6. full load loss is equal to iron loss ആണ്. 1 kVയുടെ ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഇവിടെ യൂണിറ്റ് പവർ ഫാക്ടറിലാണ് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ പെർ യൂണിറ്റ് വാല്യൂലാണ് ഞാൻ എല്ലാം എസ്റ്റിം ചെയ്യണം, എല്ലാം പെർ യൂണിറ്റ് വാല്യൂലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എക്സ് ഇൻറ്റു വി എ കോസ് ഫൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വി എ കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഫുൾ ലോഡ് ലോസസ് പ്ലസ് കോർ ലോസ്. അപ്പോൾ നമുക്ക് കോർ ലോസും കോപ്പർ ലോസും എന്താണ് നമുക്ക് അറിയണം. ഓക്കെ ഫൈൻ, അത് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമുക്ക് ഇവിടെ ഫുൾ ലോഡ് ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് എന്ന് തന്നിരിക്കുന്ന ഒരു സ്ഥിതിക്ക് നമുക്ക് ഇത് എന്ന് പറയാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മാക്സിമം എഫിഷ്യൻസി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഫൈൻ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് സ്ക്വയർ ഫുൾ ലോഡ് ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് ആണ് അല്ലേ? നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻ, അതായത് ഈ പറയുന്ന പെർസെൻറ്റേജ് ആർ എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെർസെൻറ്റേജ് ആർ എന്ന് പറഞ്ഞിട്ട് ഇസ് നത്തിങ് ബട്ട് ഫുൾ ലോഡ് ലോസ് ആണ് അല്ലേ? ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. ബേസ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ പി യു എന്ന് പറയുന്നിരിക്കുന്ന വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു. ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ആർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെർസെൻറ്റേജ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്കറിയാം ഈ എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2% ആയിരിക്കും വരിക. 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2/100 എന്നായിരിക്കും വരിക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.02 ആയിരിക്കും വരിക. ഓക്കെ, അതേപോലെ തന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് ആയതുകൊണ്ട് തന്നെ കോർ ലോസിൻ്റെ വാല്യൂ 0.02 ആയിരിക്കും വരിക. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ചെയ്യാൻ ഒന്നിനും പറയാം. നമുക്ക് ഫുൾ ലോഡ് എഫിഷ്യൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്, യൂണിറ്റ് പവർ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. 1 kVയുടെ ട്രാൻസ്ഫോമർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, എക്സ് ഇൻറ്റു വി എ കോസ് ഫൈ ഡിവൈഡ് ബൈ എക്സ് വി എ കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഫുൾ ലോഡ് ലോസ് പ്ലസ് കോർ ലോസ് ആണ് ചെയ്യേണ്ടത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റി ആണെന്നറിയാം. സോ ദാറ്റ് ഈസ് കോസ് ഫൈ ഈസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. വി എ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 kV ആണെന്നറിയാം. എക്സിൻ്റെ വാല്യൂ ഫുൾ ലോഡ് ആയതുകൊണ്ട് തന്നെ 1 ആണെന്നറിയാം. നമുക്ക് ഈ കോപ്പർ ലോസും ഈ കോർ ലോസും എത്രയാണെന്നാണ് അറിയേണ്ടത്. ഇത് രണ്ടും നമുക്ക് അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫുൾ ലോഡ് ലോസ് ഈസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് മാക്സിമം എഫിഷ്യൻസിനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്താണെന്ന് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ആർ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാം ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ആർ ആണ് എന്ന് അറിയാം. ഓക്കെ, സോ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ആർ ആണ്, അല്ലെങ്കിൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആർ പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, ആ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. സോ ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആർ ആണ്. പെർസെൻറ്റേജ് ആർ എന്ന് പറഞ്ഞാൽ 2% ആണ്. പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 100 അല്ലെങ്കിൽ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 2/100 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.02 PU നമുക്ക് വരും.
കോർ ലോസും കോപ്പർ ലോസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ 0.02 തന്നെയായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 × 1 × 1 ഡിവൈഡഡ് ബൈ 1 × 1 × 1 പ്ലസ് 2 × 0.02 എന്നാണ് വരിക. ഓക്കെ, സോ ഇതിന് എല്ലാം പെർ യൂണിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്തത് കേട്ടോ. എല്ലാം പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദെൻ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരിക ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 96.15%. സോ 96.15% ആയിരിക്കും ഇതിൻ്റെ എഫിഷ്യൻസി കിട്ടുക. സോ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് വോൾട്ടേജ് റെഗുലേഷനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഒന്ന് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. OC and SC test are given below for a one phase 5 kVA 200 bar 400 volt 50 Hz transformer. അതായത് OC ടെസ്റ്റും SC ടെസ്റ്റും പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും ഒരു ട്രാൻസ്ഫോമറിൽ, ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ 5 kVA 50 Hz 200 bar 400 volt ട്രാൻസ്ഫോമറിൽ പെർഫോം ചെയ്തു. അതിൻ്റെ റിസൾട്ടുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് LV സൈഡിലാണ് പെർഫോം ചെയ്ത് 200 വോൾട്ടാണ് അപ്ലൈ ചെയ്ത് 1.25 കറണ്ടാണ് അത് ഡ്രോ ചെയ്ത് 150 വാട്ട്സ് ആണ് നമുക്ക് ലഭിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് HV സൈഡിലാണ് അപ്ലൈ ചെയ്തത് 20 വോൾട്ടാണ് അപ്ലൈ ചെയ്യേണ്ടി വന്നുള്ളൂ. 12.5 ആംബിയറും 175 വാട്ട്സ് ആണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി അറ്റ് 75% ഓഫ് ലോഡ് അറ്റ് 0.7 പവർ ഫാക്ടർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെഗുലേഷൻ അറ്റ് ഫുൾ ലോഡ് 0.7 പവർ ഫാക്ടർ ലാഗ്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കണം, ഒന്ന് നമുക്ക് റെഗുലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ് ഇൻറ്റു വോൾട്ട് ആംപിയർ ഇൻറ്റു കോസ് 5 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വോൾട്ട് ആംപിയർ കോസ് 5 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. ഇതാണ് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ. അതായത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലോഡിലാണെന്നാണ്, ഏത് ഫാക്ടർ ഓഫ് ലോഡിലാണ്. അതായത് ഇപ്പോൾ 50% ലോഡ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 0.5 വരും. 75% ഓഫ് ലോഡ് എന്ന് പറഞ്ഞാൽ അത് 0.75 വരും. വോൾട്ട് ആംപിയർ നമുക്ക് തന്നിട്ടുള്ള വോൾട്ട് ആംപിയർ റേറ്റിംഗ് ഇൻറ്റു കോസ് 5 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു VA കോസ് 5 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. അപ്പോൾ നമുക്ക് ഇതിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്വസ്റ്റ്യനിൽ നമുക്ക് 75% ഓഫ് ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ഡിവൈഡഡ് ബൈ 100 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.75 എന്ന് കിട്ടി. സോ നമ്മുടെ എക്സ് നമുക്ക് ഇപ്പോൾ നോൺ ആയി. ഇനി അടുത്തത് വോൾട്ട് ആംപിയർ റേറ്റിംഗ് നമുക്ക് 5 kVA തന്നിട്ടുണ്ട്. സോ നമുക്ക് VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5 × 1000 എന്ന് നമ്മൾ എടുക്കുകയാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5000. അപ്പോൾ വോൾട്ട് ആംപിയർ റേറ്റിംഗ് നമുക്ക് കിട്ടി. ഇനി കോസ് 5 നമുക്ക് തന്നിട്ടുണ്ട് 0.7 ആണ് തന്നിട്ടുണ്ട്. സോ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു കോസ് 5 എന്ന് പറഞ്ഞാൽ 0.7 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസും കോർ ലോസുമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കോർ ലോസ് കിട്ടാനും കോപ്പർ ലോസ് കിട്ടാനും നമുക്ക് ഇവിടെ ടെസ്റ്റുകൾ പെർഫോം ചെയ്തതിൻ്റെ റിസൾട്ട് ഉണ്ടാവും അല്ലേ. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് നോ ലോഡ് ലോസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നോ ലോഡ് ലോസ്, അതായത് കോർ ലോസ് കിട്ടാനാണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 150 വാട്ട്സ് ആണ് നമുക്ക് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് നമുക്കറിയാം. ഇനി ഇതെന്ന് പറഞ്ഞതാണ് റേറ്റഡ്, അതായത് നമുക്ക് കിട്ടേണ്ട ശരിക്കുമുള്ള കോർ ലോസ് ആണെന്ന് അറിയണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? റേറ്റഡ് വോൾട്ടേജ് ആണ് നമ്മൾ എപ്പോഴും നോ ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക. ഏത് സൈഡിലാണോ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത് ആ സൈഡിൻ്റെ റേറ്റഡ് വോൾട്ടേജ് നമ്മൾ കൊടുക്കണം. ഇവിടുത്തെ LV സൈഡിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്, നോ ലോഡ് പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കോർ ലോസ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും കുറവ് വോൾട്ടേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റഡ് വോൾട്ടേജിൻ്റെ കോർ ലോസ് എത്രയാണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ 100 വോൾട്ടാണ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്കറിയാം 100 വോൾട്ടിന് ഉള്ള കിട്ടിയ പവർ 150 വാട്ട്സ് ആണെങ്കിൽ നമുക്ക് 200 വോൾട്ടിന് എത്ര വാട്ട്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കണം ശരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ക്വസ്റ്റിന് തന്നെ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്തപ്പോൾ തന്നെ 200 വോൾട്ട് ആണ്. ആ 200 വോൾട്ട് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റഡ് വോൾട്ടേജ്. അതുകൊണ്ട് നമുക്ക് കോർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 150 വാട്ട്സ് ആയിട്ട് നമുക്ക്
എടുക്കാവുന്നതാണ്. സോ കോർ ലോസ് ഈസ് ഈക്വൽ ടു 150 വാട്ട്സ്. ഓക്കെ, ആ കാര്യത്തിൽ ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാം ഇത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ലോസാണ് നമുക്ക് നോക്കാം. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് കോപ്പർ ലോസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അത് ഏത് ലോഡിലുള്ള കോപ്പർ ലോസ് ആണ് നമുക്കറിയണം. അതായത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കുലർ ലോഡിലുള്ള കോപ്പർ ലോസ് ആണോ നമുക്ക് അറിയണം. അപ്പോൾ അത് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറണ്ട് റേറ്റഡ് കറണ്ട് ആണോ എന്ന് അറിയണം. റേറ്റഡ് കറണ്ട് ആണെങ്കിൽ അത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. ഇനി റേറ്റഡ് കറണ്ടിനേക്കാളും താഴെയാണെങ്കിൽ അത് ആ പാർട്ടിക്കുലർ ലോഡിലുള്ള കറണ്ടാണ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് റേറ്റഡ് കറണ്ട് 12.5 ആംപിയർ ആണോ എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഇത് HV സൈഡിലാണ് പെർഫോം ചെയ്തതെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പവർ റേറ്റിംഗ് എത്രയാണ്? 5 kV ആണ് അല്ലേ. അപ്പോൾ 5 × 1000 ഈസ് ഈക്വൽ ടു നമ്മൾ ഏത് സൈഡിലാണ് ഇത് വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? HV സൈഡിലാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 400 × I എന്ന് ഞാൻ വിളിച്ചു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു 5 × 1000 ഡിവൈഡഡ് ബൈ 400. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി, ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. 4 10ൽ 2.5 ടൈംസ് ആണ് പോവുക. സോ 2.5 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 12.5 എന്ന് കിട്ടും. സോ 12.5 ആംപിയർ ആണ് നമ്മുടെ റേറ്റഡ് ആയിട്ടുള്ള കറണ്ട്. നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് 12.5 ആംപിയറിലെ ലോസസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് അത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ലോസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് 175 വാട്ട്സ് ആണ് നമുക്ക് കിട്ടി. ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 175 വാട്ട്സ് ആണെന്ന് കിട്ടി. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 75% ഓഫ് ലോഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 0.75 ആണ്. നമുക്ക് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് 175 കിട്ടിയത്. അതിൻ്റെ കൂടെ x² കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് x² കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? x² ഇൻറ്റു ഫുൾ ലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്നത് 0.75 ഹോൾ സ്ക്വയർ ഇൻറ്റു 175 കിട്ടും. സോ 0.75 ഹോൾ സ്ക്വയർ ഇൻറ്റു 175 ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 0.75 സ്ക്വയർ ഇൻറ്റു 175. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 98.4375 വാട്ട്സ്. സോ ഇത്രയും വാട്ട്സ് ആണ് നമുക്ക് 75% ലോഡിൽ കിട്ടുക. ഇനി നമുക്ക് ഈ എല്ലാ വാല്യൂസും നമുക്ക് ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മായ്ക്കേണ്ടി വരും തോന്നുന്നു അല്ലേ. ഞാൻ ഈ ക്വസ്റ്റ്യൻ മായ്ക്കാം. സോ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 0.75 ആണെന്നറിയാം. സോ 0.75. ഇനി വോൾട്ട് ആംപിയർ എത്രയാണെന്ന് നമുക്കറിയാം? 5000 ആണെന്നറിയാം. 5000. പവർ ഫാക്ടർ എത്രയാണെന്നറിയാം? 0.7 ആണെന്നറിയാം. 0.7 ഡിവൈഡഡ് ബൈ 0.75 ഇൻറ്റു 5000 ഇൻറ്റു 0.7 പ്ലസ് x² ഇൻറ്റു ഫുൾ ലോഡ് ലോസ് എത്രയാണ്? 98.4375 ആണെന്നറിയാം. പ്ലസ് കോർ ലോസ് എത്രയാണ്? 150 വാട്ട്സ് എന്നറിയാം. സോ ഇതായിരിക്കും ഇതിൻ്റെ എഫിഷ്യൻസിയുടെ റിസൾട്ട്. സോ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 0.75 ഇൻറ്റു 5000 ഇൻറ്റു 0.7 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2625. സോ 2625 പ്ലസ് 98.4375 പ്ലസ് 150 1 by answer into 2625 is equal to. സോ ഇത് ഡിനോമിനേറ്റർ കണ്ടുപിടിച്ച് ഇറ്റ്സ് ഫൈനൽ ആൻസർ എന്ന് നിൽക്കുന്നത് 91.35% ആണ് നമുക്ക് കിട്ടുക. ചിലപ്പോൾ കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റെപ്സ് എല്ലാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 91.35% ആണ് കിട്ടുക. ലെറ്റ് മീ ചെക്ക് ദ ഓപ്ഷൻസ്. യെസ്, 91.35% ആണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിന് കുറച്ചും കൂടി നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. വേണമെങ്കിൽ പെർ യൂണിറ്റ് വാല്യൂവിൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. പെർ യൂണിറ്റ് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മൾ
ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പവർ എല്ലാം ആക്ച്വൽ വാല്യൂസ് ആണ് അല്ലേ. ഇത് ഒരു ആക്ച്വൽ വാല്യൂ ആണ്, ഇത് ആക്ച്വൽ വാല്യൂ ആണ്, ഇതെല്ലാം ആക്ച്വൽ വാല്യൂസ് ആണ്. പെർ യൂണിറ്റിലേക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ചെയ്യണം. ബേസ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 kV ആയിരിക്കും വരിക. അതായത് പെർ യൂണിറ്റിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത്രയും കാൽക്കുലേഷൻസ് നമുക്കൊന്ന് കുറച്ച് കുറയ്ക്കാം. അതായത് പെർ യൂണിറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്ച്വൽ വാല്യൂ ഇതാണ് അല്ലേ. 98.475 150 ആണ് നമ്മുടെ ടോട്ടൽ ലോസസ് വരുന്നത്. അപ്പോൾ ഞാൻ 98.4375 പ്ലസ് 150 ചെയ്തു, ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. ബേസ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 5000 ആണ്, കാരണം പവറാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് വാല്യൂ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 98.43 പ്ലസ് 150 ഡിവൈഡഡ് ബൈ 5000. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.04968 ആണ് വരിക. ഓക്കെ, സോ ഇവിടെയും ടോപ്പിൽ നമ്മൾ 5000 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5000 ബൈ 5000 എന്ന് പറയുമ്പോൾ 1 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും: 0.75 ഇൻറ്റു 1 ഇൻറ്റു 0.7 ഡിവൈഡ് ബൈ 0.75 ഇൻറ്റു 1 ഇൻറ്റു 0.7 പ്ലസ് 0.04968. നമുക്കറിയാം 0.75 ഇൻറ്റു 0.7 പ്ലസ് 0.525 ഓക്കെ പ്ലസ് 0.04968 1 ബൈ ഇൻറ്റു 0.075 യെസ്. ഇതിങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. 91.35 തന്നെയായിരിക്കും ആൻസറുകൾ കിട്ടുക. ഓക്കെ ഫൈൻ. സോ ഇങ്ങനെയാണ് നമ്മൾ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്ച്വൽ വാല്യൂസ് ഇട്ടിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എഫിഷ്യൻസിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, റെഗുലേഷൻ കണ്ടുപിടിക്കാനായിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റെഗുലേഷൻ അറ്റ് 0.7 PF ഫുൾ ലോഡിലായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, റെഗുലേഷൻ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് R cos phi പ്ലസ് പെർസെൻറ്റേജ് എക്സ് സൈൻ ഫൈ എന്നാണ് പെർസെൻറ്റേജ് റെഗുലേഷൻ വരിക. നമുക്ക് പവർ ഫാക്ടർ അറിയാം, 0.7 ആണെന്ന് അറിയാം. കോസ് ഫൈ ഈസ് ഈക്വൽ ടു 0.7 ആണെന്ന് അറിയാം. അപ്പോൾ സൈൻ ഫൈ എത്രയായിരിക്കും വരിക? സൈൻ ഫൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 0.7 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 0.49 ഈസ് ഈക്വൽ ടു 0.714 എന്നാണ് എനിക്ക് തോന്നുന്നു. 0.7 സ്ക്വയർ പ്ലസ് 1 റൂട്ട് 0.51 റൂട്ട് യെസ് 0.714 ഇങ്ങനെയാണ് വരിക. അപ്പോൾ സൈൻ ഫൈ അറിയാം, കോസ് ഫൈ അറിയാം. നമുക്ക് പെർസെൻറ്റേജ് ആറും പെർസെൻറ്റേജ് എക്സും കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം പെർസെൻറ്റേജ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് വരിക. ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് പെർസെൻറ്റേജ് ആർ വരിക. ഫുൾ ലോഡ് കോപ്പർ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വൽ ടു പെർസെൻറ്റേജ് ആർ. അതായത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആർ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ഇൻറ്റു 100 ചെയ്താലാണ് പെർസെൻറ്റേജ് ആറ് കിട്ടുക. അപ്പോൾ ഫുൾ ലോഡ് കോപ്പർ ലോസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 175 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 kV ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 5000 ഇൻറ്റു 100 ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 175 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100 ഇറ്റ് ഈസ് ഇക്വൽ ടു 3.5% ആണ് നമുക്ക് കിട്ടി. അടുത്തത് പെർസെൻറ്റേജ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് എക്സ് കണ്ടുപിടിക്കണം നമുക്ക്, കാരണം നമ്മുടെ ഇക്വേഷനിൽ പെർസെൻറ്റേജ് ആർ കോസ് ഫൈ പ്ലസ് പെർസെൻറ്റേജ് എക്സ് സൈൻ ഫൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് ആർ നമ്മൾ കണ്ടുപിടിച്ചു 0.035 എന്ന് കണ്ടുപിടിച്ചു. 3.5% നമ്മൾ കണ്ടുപിടിച്ചു. പെർസെൻറ്റേജ് എക്സ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പെർസെൻറ്റേജ് എക്സ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് പെർസെൻറ്റേജ് സെഡ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, അതിനുശേഷമാണ് പെർസെൻറ്റേജ് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജ് സെഡ് അല്ലെങ്കിൽ സെഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സെഡ് എസ് സി ഈസ് ഈക്വൽ ടു വി എസ് സി ഡിവൈഡഡ് ബൈ ഐ എസ് സി എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് ഈ വോൾട്ടേജും ആ കറണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഇമ്പിഡൻസ് കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 20 ഡിവൈഡഡ് ബൈ 12.5 വിച്ച് ഈസ് നത്തിങ് ബട്ട് 1.6 ഓം എന്ന് കിട്ടി. അപ്പോൾ ഈ 1.6 ഓം എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ വാല്യൂ ആണ്. നമുക്കതിനെ പെർ യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ പെർസെൻറ്റേജിലേക്കോ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെഡ് പി യു അല്ലെങ്കിൽ സെഡ് പി യു എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എന്താണ്? സെഡ് നമ്മുടെ വാല്യൂ ആക്ച്വൽ വാല്യൂ സെഡ് ആക്ച്വൽ ഇൻറ്റു വോൾട്ട് ആംപിയർ റേറ്റിംഗ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് റേറ്റഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
വോൾട്ടേജ് റേറ്റഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. സോ സെഡ് ആക്ച്വൽ ഇൻറ്റു വോൾട്ട് ആംബിയർ റേറ്റിംഗ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് റേറ്റഡ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. സെഡ് ആക്ച്വലി എനിക്ക് കിട്ടിയത് 1.6 Ohm ആണ്. സോ 1.6 ഇൻറ്റു വോൾട്ട് ആംബിയർ റേറ്റിംഗ് ഇറ്റ് ഈസ് 5 kVA, ദാറ്റ് ഈസ് ഇക്വൽ ടു 5000 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് റേറ്റഡ് സ്ക്വയർ. എച്ച് വി സൈഡിലാണ് നമ്മൾ ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 400 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ആൻസർ കിട്ടുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.05 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇത് പെർ യൂണിറ്റ് വാല്യൂലാണ് നമുക്ക് കിട്ടുക. ഇതിന് നമുക്ക് പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്? 0.05 ഇൻറ്റു 100 ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5%. അപ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ 5% കിട്ടി. എക്സിൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂ 3.5% കിട്ടി. നമുക്ക് എക്സ് എങ്ങനെ പഠിക്കാം? എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5 സ്ക്വയർ മൈനസ് 3.5 സ്ക്വയർ ചെയ്യുക. സോ 5 സ്ക്വയർ മൈനസ് 3.5 സ്ക്വയർ ചെയ്താൽ എത്രയാണ് കിട്ടുക? 5 സ്ക്വയർ മൈനസ് 3.5 സ്ക്വയർ ചെയ്തു. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 3.57% എന്ന് കിട്ടും. സോ നമുക്ക് 3.57% ആണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയത്. നമുക്ക് ആറിൻ്റെ വാല്യൂ 3.5% കിട്ടി. കോസ് 5 എന്ന് പറഞ്ഞിരിക്കുന്നത് 0.7 ആണെന്ന് കിട്ടി. പിന്നെ പെർസെൻറ്റേജ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3.57% ആണ് കിട്ടി. സൈൻ 5 എന്ന് പറഞ്ഞിരിക്കുന്നത് 0.714 ആണെന്ന് കിട്ടി. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതിൻ്റെ ആൻസർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 3.5 ഇൻറ്റു 0.7 പ്ലസ് 3.5 into 0.7 plus 3.57 into 0.714 4.99%. അപ്പോൾ നിയർലി 5% ആണ് നമുക്ക് പെർസെൻറ്റേജ് റെഗുലേഷൻ കിട്ടുന്നത്. ആൻസർ കറക്റ്റ് ആണെന്ന് ജസ്റ്റ് നോക്കട്ടെ. യെസ്, 5% ആണ് ഓപ്ഷൻസിലുണ്ട്. 5% ആണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതാണ് 2 ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ്സോട് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.